കേട്ടോണം മുണ്ടത്തറ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ. ഞങ്ങൾ ബാലഭാസ്കറിനെ എവിടെ വെച്ച് ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ടത്രേ. അതായത് ഏത് ലക്ഷ്മിക്കും ഒന്ന് പേര് പറയുന്നില്ല, ലക്ഷ്മി അത്രമാത്രം ബഹുമാനവും സ്നേഹമുള്ളതുകൊണ്ട് ലക്ഷ്മിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പലരുണ്ട്. ലക്ഷ്മിക്കും ആ പ്രത്യേക വ്യക്തിക്കും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. നമസ്കാരം. ഏറെ കത്തിക്കയറി നിൽക്കുന്ന ഒരു വിവാദമാണ് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അടുത്ത സമയത്തുണ്ടായ ചില ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ ഒരു വലിയൊരു മഹാൻ വന്നിരുന്ന് ചില കാര്യങ്ങൾ പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. എല്ലാ ചാനൽ ചർച്ചയിലും വൈകിട്ട് പോയി പങ്കെടുക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ വിഷയത്തിൽ എന്താണ് ഇടപെട്ടതെന്ന്, അത് ഏത് രീതിയിലാണ് പുള്ളിയുടെ അവതരണം എന്നൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് നമ്മൾ ഇന്ന്. ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? കേൾക്കട്ടെ. 2018 സെപ്റ്റംബർ 25 അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ 2 മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എൻ്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ്, സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന 2 പേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? അണ്ണ ഇതെന്തുവാണ് നാസ അന്വേഷിക്കേണ്ടത്? എന്തുവാണ്? ഉപഗ്രഹം വല്ലതാണ് ഇത്? എന്തോ ഇയാൾ പറയാൻ വരുന്ന കാര്യങ്ങൾ നമ്മുടെ കേരള സമൂഹം ചിന്തിക്കുന്നതിനെതിരായുള്ള ഒരു കാര്യമാണ്. ഈ എല്ലാ ദിവസവും സ്വന്തം യൂട്യൂബിൽ പരിപാടി ഇട്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഇട്ടിട്ട് പറയുന്ന ഒരാൾ യൂട്യൂബേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് കേട്ടോണം. പിന്നെ ഇതിനകത്തിൽ എന്തോ ഇതിൻ്റെ പിന്നിൽ രാഹുൽ ഈശ്വറിനെ കൊണ്ട് കാര്യം ചിലരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ രാഹുൽ ഈശ്വർ ഇന്നിപ്പോൾ ഒരു വീഡിയോയുമായി വരുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല? യഥാർത്ഥത്തിൽ ലക്ഷ്മി അണ്ണൻ പൊട്ടനാണോ? എന്താണേ പറയുന്നത്? എന്തിന് വർത്താനാണ് ഈ പറയുന്നത്? ഈ കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? ഇതൊക്കെ പറയുന്നു. പക്ഷെ ഇതിപ്പം നേരെ ഉൾട്ടയാവും. പുള്ളി ആദ്യം ഇങ്ങനെയൊക്കെ പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഇത് കഴിയുമ്പോൾ അണ്ണൻ്റെ സ്റ്റൈലൊക്കെ അങ്ങ് മാറ്റും. തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന, യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ശരിയാണ്. അത്തരമൊരു വലിയ അലവലാദിയാണ് ഈ പറയുന്നത്. യൂട്യൂബേഴ്സിനെ കുറ്റം പറയുമ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കൈപ്പറ്റി ഈ 4 നേരം നക്കി ഈ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്നു. ഇങ്ങനെ ആവശ്യമുള്ളതിലും ഇല്ലാത്തതിനും എല്ലാം ശബരിമല പ്രശ്നം, പിന്നെ ദിലീപിൻ്റെ പ്രശ്നം എന്ന് വേണ്ട, കേരളത്തിലെ സാമൂഹ്യ പ്രശ്നത്തിലല്ല ഇയാളെ ചാനലുകാരെ അങ്ങ് പൊക്കി വെച്ചേക്കുക. എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല. ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാൾ സ്വന്തം യൂട്യൂബിൽ 1,00,000 സംതിങ് 40 മേലുണ്ട് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ നടത്തുന്ന ആൾ യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയുന്നത് പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ വന്ന് പറയുന്നത് ഒരു വൻ ശക്തികളാണ്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടായിരിക്കും പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അണ്ണൻ പറഞ്ഞു കേട്ടോ, സ്വന്തം ഭർത്താവും നഷ്ടപ്പെട്ട, കുഞ്ഞു നഷ്ടപ്പെട്ട ലക്ഷ്മിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതിനൊക്കെ അപ്പുറമായിട്ട് 10 മാസം ഗർഭപാത്രത്തിൽ കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കി അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അന്ന് പറയുന്നുണ്ട്. വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പോലും ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ഇന്നും അവർക്കൊരു തീരാവേദനയാണ് ബാലഭാസ്കറിന് മരണം. ഭർത്താവ് നഷ്ടപ്പെട്ടാൽ അതൊരു വേദനയാണ്, കുഞ്ഞു നഷ്ടപ്പെടുന്നതും വേദനയാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഇപ്പം ജനങ്ങൾക്കെല്ലാം ഈ അടുത്ത സമയത്ത് ലക്ഷ്മിയോടുണ്ടായ ചോദ്യമൊന്നും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ശരിയാണ്, നമുക്ക് വിഷമത്തിൽ പലതും സംസാരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അവർക്ക് ട്രോമ ആയിരുന്നായിരിക്കാം കേവലം 1 വർഷം വരെ. പക്ഷെ അതിനുശേഷം ഇപ്പോൾ അവർ 5 വർഷത്തിന് ശേഷം വന്ന് ഒരു ചാനലിലെ പ്രമുഖ ചാനലിൽ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, അവരുടെ ഒപ്പീനിയൻ ഒക്കെ പറയുന്നുണ്ട്. ആ
സ്പീച്ച് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് 5 വർഷമല്ല എത്രയോ നാളിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പം എന്താണ് ഇവർ ഈ രീതിയിൽ പറയുന്നത്? ഇവരും എന്തൊക്കെയോ നിഗൂഢതകൾ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ ചരം വന്നേക്കുന്നത്. ആവശ്യമായ സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. എനിക്കും ദേഷ്യം വരുന്നു. ഒരച്ഛൻ്റെ അമ്മയുടെ വേദന ഈ മനുഷ്യൻ കാണുന്നില്ല. ഒരു സ്ത്രീയുടെ വേദനയാണ് ഭർത്താവും മകളും, പക്ഷേ അതിനപ്പുറം ഒരു അച്ഛൻ്റെ അമ്മയുടെ വേദന കാണാത്ത താൻ എന്തൊരു സാമൂഹിക, എന്താ പറയുന്നത്? ഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളതുകൊണ്ടും എൻ്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നതുകൊണ്ടും ഇങ്ങനെ അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ അറിയായിരുന്നു, പേഴ്സണലി അറിയായിരുന്നു, അവരുടെ സീനിയറായിട്ട് ഇദ്ദേഹത്തിന് സീനിയറായിട്ട് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു ഓട്ടെ. അപ്പോൾ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അവരുടെ യൂട്യൂബറിൻ്റെ മനസ്സിലുള്ള വികാരം അങ്ങ് പ്രകടിപ്പിക്കുകയല്ല. നമ്മൾ എന്താണ് ആ ഒരു കണ്ടൻറ്റിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടതെന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം എടുക്കുകയും ചെയ്യുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിന് ചുമ്മാ ഒന്ന് വാവായ ഓടാലിമാർ പറയല്ല. ഇത് ഒരച്ഛൻ്റെ അമ്മയുടെ വേദന തന്നെയാണ് ഞാനിവിടെ മുഖ്യമായി കാണുന്നത്. ഭർത്താവിൻ്റെയും മകളെ നഷ്ടപ്പെട്ട വേദന ഇല്ല എന്നല്ല, പക്ഷേ ഇത്രയും നാൾ നിഗൂഢമായി ഈ ലക്ഷ്മി എന്തിന് ഈ മൗനം പാലിച്ചു? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രകാശൻ തമ്പിയെക്കുറിച്ച് നമ്മളൊരു ചാനലിലൊക്കെ ചർച്ചകളുമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രകാശൻ തമ്പിയുടെ കയ്യിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാലറ്റും ഫോണും ഒക്കെ. അതിൽ നിന്ന് 20,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇന്നും ഇത്രയും പോലീസ് കേസ്, ക്രൈംബ്രാഞ്ച്, CBI കേരളത്തിൽ തന്നെ നാണക്കേടുണ്ടായ ഒരു സംഭവമാണ്. ഇത്രയും ഉന്നത നീതി പീഠങ്ങൾ ഇവിടെ വന്ന് അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ പുറത്തു വരാതെ എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്ക് പോയ ഏക കേസാണ് ബാലുവിൻ്റെ കേസെന്ന് പറയുന്നത്. ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട് നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കും. അത് തന്നെ ചോദിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എല്ലാ ചാനലിലും വൈകിട്ട് പോയിരുന്ന കക്ക പറഞ്ഞ് കൊണസാരം അടിക്കുന്ന ഇവൻ എന്ത് പറയാൻ ഇത് ന്യായം? ഡെയിലി ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. ഭാര്യ അവതാരകയാണ്, കുറേ പരിപാടിയൊക്കെ അവരും ചെയ്യുന്നുണ്ട്, മാന്യമായ രീതി അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ കേസ് കെട്ടും, ദിലീപിൻ്റെ കേസ് കെട്ടിലായാലും അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും എവിടെ ആളാകാൻ പറ്റുന്നു ആ രീതിയിൽ ആളായി പൈസ ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബറും കൂടെ ഇയാൾ. എന്നിട്ട് ഈ വർത്താനം പറയുന്നത് ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എൻ്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. അതാണ് പറയാനുള്ളത്. ഞാനും ഒരു നിലവാരം സംസ്കാരമൊക്കെ നമുക്കുണ്ട്, അതുകൊണ്ട് ഞാനും അത് പറയുന്നില്ല. അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ വർത്താനം എല്ലാ യൂട്യൂബർമാരും പറയും. കാര്യം ചിലരൊക്കെ യൂട്യൂബർമാർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നുണ്ടാക്കി, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സബ്ജക്റ്റും സംസ്കാരമില്ലാത്ത നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇല്ലെന്നല്ല, എല്ലാ യൂട്യൂബർമാരെയും നമ്മൾ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ശരിയായ കണ്ടന്റ് ചെയ്യുന്നവർ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യൂ കാണും എല്ലാ കാര്യത്തിനും. അതനുസരിച്ചായിരിക്കും പറയുന്നത്. ഇദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിൽ വലിയ സെറ്റപ്പും വ്യൂവും കാഴ്ചപ്പാടും ഒന്നും ഉള്ളത്. എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ഉണ്ണിസാറ് പറയുന്നത് ഒരു മകൻ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നും ബാലഭാസ്കറിനെ ഓർക്കാനെന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ വേദനയാണ്, വിഷമമാണ്. അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്നു. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത്. അപ്പം ഇയാൾ പറയുന്നത് കള്ളക്കഥ അല്ലാതെ സത്യാവസ്ഥ ഇയാൾക്ക് ഇന്ന് CBI അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാത്തൊരു കേസ് ഇദ്ദേഹത്തിന് എങ്ങനെ അതിന് സത്യാവസ്ഥ ഇതൊരു അപകട മരണം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഈ ചരൻ്റെ പരിപാടി. അതെങ്ങനെ ഇയാൾക്ക് പറയാൻ പറ്റും? കേരള സമൂഹം ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഒരു സിസ്റ്റർ, ഒരു പ്രിയ വേണുഗോപാൽ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യത്തിലും അവർ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അവർ ബാലുവിൻ്റെ പ്രായമായ അച്ഛനും അമ്മയും അവർ ഇനി എത്ര നാൾ ജീവിക്കും, അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവസാനിക്കുന്നതിന് മുമ്പെങ്കിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞിട്ട് അവർക്കൊരു ആ ഒരു കാര്യം മനസ്സിലാക്കി പോകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പോഴും അത് ഇത്രയും വിവാദങ്ങൾ വന്നിട്ടും കേസിനൊരു പുനർജീവനം കൊടുക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളതാണ് വലിയ വിഷമമുള്ളത്. എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്. നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം, നിങ്ങളെ പറ്റിക്കാനാണ്, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ് ബാലഭാസ്കറിന്റെ മരണ ഈ പറയുന്ന എന്ത് പറയാനാ, എത്രയോ പേരെ ചാനലിൽ ഇങ്ങനെ എന്തൊക്കെ പറയുന്നു. ബാലഭാസ്കറിന്റെ കേസിൽ മാത്രമല്ലോ, ഇപ്പൊ വേറെ ഒരു പരിപാടിയും കിട്ടാത്തതുകൊണ്ട് ചാനൽ ചർച്ചയിലൊക്കെ കുറവാണ്. കാര്യം പുതിയ ഇവിടെ ശബരിമല വിഷയം മറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം എന്തെങ്കിലും ഒരു വിഷയം തട്ടിവിടണ്ട, അതിന് വേണമെന്നാ. ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകൂ, അല്ലെങ്കിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ, ഗുമ്മു. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇതിനെതിരെ പറഞ്ഞാൽ പഞ്ച് കിട്ടും. അത് തന്നെ യൂട്യൂബേഴ്സും അവരുടെ ബിസിനസ്സും കുറെയൊക്കെ കണ്ടൊന്ന് കൂട്ടിക്കുള്ളൂ. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ്. സ്വർണ്ണ മാഫിയ തട്ടിപ്പാണല്ലോ, അതാണല്ലോ ഇതിന്റെ വ്യക്തം. ഇവിടുത്തെ ഒരു ഉന്നത നീതിപീഠത്തെ അവർ സ്വാധീനിക്കാൻ കഴിവുണ്ട്. ഇന്ന് സ്വർണ്ണ മാഫിയയ്ക്ക് ഒന്ന് നാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയമല്ല, PV അൻവർ പോലും കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. സ്വർണ്ണ മാഫിയയുടെ ഇടപെടലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട് പറയുന്നതിനൊരു പരിധിയുണ്ട്. ഒരു സ്വന്തം മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അവിടെ ആ ലക്ഷ്മി, സ്വന്തം ഭർത്താവ്. പിന്നെ അങ്ങ് അമ്മ അങ്ങ് അച്ഛൻ്റെ വേദന നിസ്സാരമായിട്ട് കണ്ടിട്ട് അമ്മയുടെ വേദനയ്ക്ക് ഇത്ര വേദന തന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ അപകടങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത്. ഇതെല്ലാം വേദനയല്ലേ? ഇതിനൊന്നും എതിരെ ആരും പ്രതികരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട വീട്ടുകാരോടൊക്കെ, രണ്ട് വീട്ടുകാരോടും അവർക്ക് പ്രശ്നമുണ്ട്. ലക്ഷ്മിക്ക് ആരുമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ നിങ്ങളുടേതായ സ്വകാര്യ താല്പര്യങ്ങൾക്കും വ്യൂസിനും വേണ്ടി പറയുന്നതിന് ആരുമില്ലാതെ നിൽക്കും, അതിന്റെ വിഷമം തോന്നുന്നു. എന്തെങ്കിലും ഉളുപ്പ് മര്യാദയും വേണ്ടി ഈ രീതിയിൽ പറയുന്നവർക്ക് ഇതിനെതിരെ ഒന്നും കേസെടുക്കാനും യാതൊരു വകുപ്പുമില്ല. കാര്യം അതാ അണ്ണൻ അങ്ങനെ വകുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളിപ്പോൾ പരോള് പോലും ഇറങ്ങത്തില്ലായിരുന്നു അണ്ണൻ. വകുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതാണല്ലോ ജനാധിപത്യത്തിൽ. ചാനലിൽ 7 മണിയാകുമ്പോൾ ഒരു ന്യൂസ് കാണാൻ പറ്റത്തില്ല, സർവ്വ ചാനലും ചർച്ചകളാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അംഗീകൃതമായ ഒരു രീതിയിൽ ജനാധിപത്യത്തെ വലിച്ചഴയ്ക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇന്ന് നമ്മൾ എല്ലാ ചാനലും കാണുന്നത്. ഒരു ചാനലും അതിന് ഒട്ടും മോശമല്ല. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ അങ്ങനെ വരുന്നു. മറ്റുള്ള ഇങ്ങനെയുള്ള പൊതു സബ്ജക്റ്റുകൾ അതിന് ഒരു ന്യായീകരണമൊന്നുമില്ല. എല്ലാം അവരുടെ താല്പര്യം. ഇയാൾ അതിന് പോകുന്ന ഡെയിലി വല്ല പൈസ കിട്ടുമായിരിക്കും, എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും ശരി, അങ്ങനെ പോകുന്ന ഒരാളാണ് ഈ ചരൺ. എല്ലാം ഉണ്ടത്രയിലാണ്. എങ്ങനെയാണ് ഉണ്ടത്ര വർക്ക് ചെയ്യുന്നത്? പുതിയൊരു വേർഡാണ് ഉണ്ടത്ര. കേട്ടോണം, ഉണ്ടത്ര ഇപ്പൊ വരുന്നുണ്ട്. നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ. ഞങ്ങൾ ബാലഭാസ്കറിനെ എവിടെ വെച്ച് ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ടത്രേ. അതായത് ഏത് ലക്ഷ്മിക്കും ഒന്ന് പേര് പറയുന്നില്ല, ലക്ഷ്മി അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് ലക്ഷ്മിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന വല്ലതുണ്ട്. ലക്ഷ്മിക്കും ആ പ്രത്യേക വ്യക്തിക്കും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ ഈ ഉണ്ടത്രേ എന്ന് പറഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷെ ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല. ഇദ്ദേഹം ഈ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന കാര്യം ഇന്ന് സ്വർണ്ണ മാഫിയയെ സംരക്ഷിക്കാനാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെ പുറപ്പാട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാലുവിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആരാധകരുണ്ട്. അല്ലെങ്കിൽ പോലും നമുക്ക് ഇനി ഒന്നും അല്ലെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനെ ഒരു കൊലപാതകം ഇപ്പോൾ കഴിഞ്ഞ ദിവസം റാന്നിയിൽ നടന്നു. അത് മദ്യപ സംഘമാണെന്നെങ്കിലും പറയാം. കാർ ഇടിച്ച് കൊലപ്പെടുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്തൊക്കെ നടക്കുന്നു? ഇതൊന്നും ഒരു വലിയ ചർച്ച. ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അടുത്ത കേസ് വരുമ്പോഴത്തേക്ക് പോകുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീണ്ടും ഈ കേസുകളൊക്കെ ഇങ്ങനെ എങ്കിലും ഇളകി വരുന്നത്. പക്ഷെ അതിനൊന്നും ഒരു പര്യവസാനം ഉണ്ടാക്കണമെന്ന് പറയാതെ ഒരു കൂട്ടരെ സംരക്ഷിക്കാൻ വരുന്ന ഈ മാന്യനെ എന്തോ പറയുന്നത് സംശയം ധ്വനിപ്പിച്ച് അവിടെ നിർത്തുകയും ചെയ്യും.
നമ്മുടെ പല മീഡിയക്കാരും ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. അങ്ങനെ മീഡിയക്കാര് ശരിയാ, വൈകിട്ട് പോയിരുന്ന് ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ചന്തി ചർച്ചയിൽ പോയിരുന്ന് പറയുന്ന ഇദ്ദേഹം 100% ശരിയാണോ? എന്തൊക്കെ തെറ്റുകൾ വിളിച്ചു പറയുന്നു. അപ്പം ഈ വകുപ്പുകളെ കണ്ടെന്ന് ഇപ്പൊ ഇദ്ദേഹത്തിൻ്റെ എത്ര കേസ് വന്നതിന്? ഏറ്റവും വലിയ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നമ്പി നാരായണൻ. ഇന്ത്യയുടെ ശാസ്ത്ര രംഗത്തിൽ ഒരുപാട് കുതിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടായി. നമ്പി നാരായണന്റെ കേസ് അവിടെ നിൽക്കട്ടെ. നമ്പി നാരായണനും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. വേറെ വല്ലതും പറ. ബാലഭാസ്കറിന്റെ ഫോൺ വാലറ്റും പ്രകാശൻ തമ്പി എന്ന സ്വർണ്ണ മാഫിയയുടെ നേതാവ് എന്തോ അവൻ പറഞ്ഞത് അയാളുടെ കയ്യിലായിരുന്നു. പിന്നെ വേറൊരു വ്യക്തി കൂടിയുണ്ട്. അവിടെ നിന്ന് ഒരു ദൂരേക്ക് ബൈക്ക് ഇങ്ങനെ കാലുകൊണ്ട് നീക്കിപ്പോയി സ്റ്റാർട്ട് ചെയ്ത് പോയെന്നും പിന്നെ കാറിൽ നിന്ന് എന്തോ ഒരു പൊതി എടുത്തുകൊണ്ട് പോയെന്നും ഈ കലാഭവൻ സോബി ഇതിനൊക്കെ വ്യക്തമായ ഇതൊക്കെ ഒരു ദൈവം സാക്ഷി എന്ന് പറയുന്ന ഒരു പരിപാടി ഇതിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഈ അർദ്ധരാത്രിയിൽ നടന്ന ഈ ഒരു പരിപാടിക്ക് പോലും പല വണ്ടികളും ഫോളോ ചെയ്തു വരുന്ന കേരളത്തിലെ CCTV ദൃശ്യങ്ങൾ, അതുപോലെ അവിടെ ആക്രമിക്കുന്നതിന് മുമ്പേ പമ്പിന് സമീപത്ത് വെച്ചുണ്ടായ പ്രശ്നങ്ങൾ, അതിനുശേഷം ഈ അപകടം കണ്ടു കഴിയുമ്പോൾ അവിടുന്ന് ഈ സംശയാസ്പദമായ രീതിയിൽ ഈ പൊതി മാറുന്നത്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ഇതിനകത്തിൽ ഉണ്ടായിട്ടും ഒരു കേസ് തെളിയാതെ പോകുന്ന രീതിയിലാണ്, എഴുതിത്തള്ളുന്ന രീതിയിലാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കേസ് തെളിയിക്കണമെന്ന താല്പര്യമില്ലാതെ എൻ്റെ ഈ വർത്തമാനമൊന്നും കേരള സമൂഹം ഏറ്റെടുക്കില്ല. ഇദ്ദേഹത്തിന് അങ്ങ് യൂട്യൂബേഴ്സിനോടങ്ങ് എത്രയോ പേര് ഈ കാര്യങ്ങൾ ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്നു. ചാനൽ ചർച്ചകളിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാര്യം പുള്ളി ഇതിന് പോകുന്നുണ്ട്. ഈ പിന്നെ ഗോസിപ്പ് ഉണ്ടാക്കുക എന്നും പിന്നെ ഇതിനെ യൂട്യൂബേഴ്സിനെ ഇപ്പം ഞാൻ ഈ ന്യൂസ് ഇത് പരിപാടി ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചാനലിൽ 45 മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ദിവസം ഓരോ സബ്ജക്റ്റ് അദ്ദേഹത്തിന് ഇങ്ങനെ എടുത്ത് അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി. നാണം ഉണ്ടേ താനും ഇങ്ങനെ പറയാൻ? നമ്മുടെ എല്ലാം ദേഷ്യം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കുന്ന ആ ഉള്ളിലെ ശൂന്യത കാരണം വേറൊരുത്തൻ്റെ ജീവിതത്തിൽ നിന്ന് ഗോസിപ്പുകൾ എടുത്ത് പരദൂഷണം എടുത്ത് പറയുന്ന ഈ വൃത്തികെട്ട പരിപാടി ആകരുത് യൂട്യൂബ്, അല്ലെങ്കിൽ മീഡിയ, അല്ലെങ്കിൽ ന്യൂസ് ചാനൽ ജേർണലിസം, അല്ലെങ്കിൽ മറ്റേ പല ജേർണലിസം. ഈ അടുത്തിടയ്ക്ക് അത് നല്ലൊരു തീരുമാനമാണ് പറഞ്ഞത്. താങ്കളെങ്കിലും ഇനിയെങ്കിലും ഈ മീഡിയയിൽ അലവരാതി ചർച്ചകൾക്ക് പോകാതിരിക്കാവോ? ഈ കുറച്ചെങ്കിലും നിങ്ങളെ കൊണ്ടെങ്കിലും ജനത്തിന് അത്രയെങ്കിലും ഒരു ഉപകാരമാകട്ടെ. ഇതെല്ലാം എനിക്ക് അറിയാവുന്നവർ, അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഒരാൾ പറയുന്നത് കേട്ടു, അവൻ ചത്തെങ്കിൽ ചത്തു, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന രീതിയിൽ ലക്ഷ്മി പറഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്മി അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്ന രീതിയിൽ പറഞ്ഞു വന്നു. എന്ന രീതിയിൽ പറഞ്ഞു ഈ ലക്ഷ്മി ഇപ്പോൾ 5 വർഷത്തിന് ശേഷമായാലും അവർ പറയുന്നു, അവർക്ക് ദുഃഖമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവർ പറയുമ്പം ഇത്രയും നല്ല രീതിയിലാണ് അവർ ചളവള വർത്താനമൊന്നുമല്ല പറഞ്ഞത്. ഇവർക്ക് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതിന് ഒരു ഉത്തരം കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ഓപ്പണായിട്ട് ഒരു അഭിപ്രായം പറയാതിരുന്നു എന്നുള്ള സംശയം ഇന്നും ഉണ്ട്. ഇതിന് ലക്ഷ്മി ഉൾപ്പെടെ ഉള്ളവർക്ക് പങ്കുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ശരി, ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ലക്ഷ്മിയുടെ വേദനയും ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ലക്ഷ്മിയുടെ ഇപ്പോൾ ആരോപിക്കുന്ന ആരോപണങ്ങളും സത്യം പുറത്തു വന്നാൽ അത് സത്യം എങ്ങനെ ആയിക്കോട്ടെ, ആ സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ. ആ കാര്യം പുറത്തു വന്നു കഴിയുമ്പോൾ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അവരുടെ ഏതായാലും മകൻ നഷ്ടപ്പെട്ടു, പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിൽ അദ്ദേഹത്തിനെ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും ഒരു ആശ്വാസം ആയിട്ട് അവർക്ക് ആ വാർത്ത കേൾക്കാനുള്ള ഇടവരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേട്ടോണം, മുണ്ടത്തറ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ. ഞങ്ങൾ ബാലഭാസ്കറിനെ എവിടെ വെച്ച് ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ടത്രേ. അതായത് ഏത് ലക്ഷ്മിക്കും ഒന്ന് പേര് പറയുന്നില്ല, ലക്ഷ്മി അത്രമാത്രം ബഹുമാനവും സ്നേഹമുള്ളതുകൊണ്ട് ലക്ഷ്മിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പലരുണ്ട്. ലക്ഷ്മിക്കും ആ പ്രത്യേക വ്യക്തിക്കും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അത്രേ.